കഴിഞ്ഞ നമ്മുടെ ഖുതുബയിൽ വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിച്ച വിഷയമായിരുന്നു നമ്മുടെ വീട് ഒരു ഇസ്ലാമിക വീടാണോ എന്ന് പരിശോധിക്കാനും ഇനി ആ ഇസ്ലാമികമായ വീടാക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ വീട്ടിൽ നമ്മൾ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചു. ഒന്നാമതായി പറഞ്ഞത് വീട്ടിൻ്റെ ഭരണാധികാരി, അതിൻ്റെ മേൽനോട്ടക്കാരൻ, നിയന്ത്രണമുള്ള ആള് പുരുഷനായിരിക്കണം എന്നാണ്. സ്ത്രീകൾക്ക് ഇനി എത്ര യോഗ്യതകളുണ്ടെങ്കിലും കഴിവുകളുണ്ടെങ്കിലും മികവുകളുണ്ടെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതകളുണ്ടെങ്കിലും ഉന്നതമായ സ്ഥാനങ്ങളുണ്ടെങ്കിൽ പോലും അതിൻ്റെ ചരട്, അതിൻ്റെ മേൽനോട്ടക്കാരൻ പുരുഷനായിരിക്കണമെന്നാണ്. രണ്ടാമത് പറഞ്ഞു, വീട്ടിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാകണം, വീട്ടിൽ സുന്നത്തായ നമസ്കാരങ്ങൾ ഉണ്ടാവണം, വീട്ടിൽ പ്രത്യേകം നമസ്കരിക്കുന്ന നമസ്കാര മസ്ജിദുകൾ, മുസല്ലകൾ ഉണ്ടാകണം, അതുപോലെ ഖുർആൻ പാരായണം ഉണ്ടാകണം, വീട്ടിലെ കുടുംബനാഥനും മക്കളും ഭാര്യയുമെല്ലാം റിഫ്കോടുകൂടി പെരുമാറണം, സൗമ്യതയോടുകൂടി പെരുമാറണം, വീട്ടിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ വിശദമായി മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലും നമ്മുടെ വീട്ടിൽ ഉണ്ടാകേണ്ട വീടൊരു ബൈത്തുൻ ഇസ്ലാമി, ഇസ്ലാമികമായ ഒരു വീടായി മാറണമെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലും പ്രത്യേകമായി നിർബന്ധമായി ഉണ്ടാകണമെന്നും സുന്നത്തായി ഉണ്ടാകണമെന്നും പറഞ്ഞ ചില കാര്യങ്ങൾ ഉണ്ട്. അത് നമ്മൾ വീട്ടിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം. അള്ളാഹു പറഞ്ഞു സൂറത്തു തഹരീമിൽ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. വിശ്വാസികളെ പ്രത്യേകം വിളിച്ചുകൊണ്ട് അള്ളാഹ് പറയാണ്, നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള ചെലവിന് കഴിയുന്ന ഭാര്യമാരും മക്കളെയും ഒക്കെ നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണമെന്നാണ്. നിങ്ങൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ, നിങ്ങൾ മാത്രം നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ പോരാ, നിങ്ങളുടെ ചെലവിൽ കഴിയുന്ന നിങ്ങളുടെ സമ്പത്തും ശരീരവും നിങ്ങൾ ചെലവഴിച്ച് അധ്വാനിച്ച് നിങ്ങൾ പോറ്റി വളർത്തുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, ഭാര്യ, മക്കൾ ഒക്കെ, അവരെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണമെന്നാണ്. എങ്ങനെയാണ് നരകത്തിൽ നിന്ന് കാക്കേണ്ടത്? ഇതിന്റെ വിശദീകരണത്തിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലിമൂഹും വ അദ്ദിബൂഹും, നിങ്ങൾ കുടുംബത്തിലുള്ള അംഗങ്ങൾക്ക് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണം, ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കണം, ഇസ്ലാമിക മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ്. അതാണ്, കേവലം അവരെ മദ്രസയിലേക്ക് മാത്രം പറഞ്ഞയച്ചാൽ നമ്മുടെ ബാധ്യത തീരുന്നില്ല. വിശുദ്ധ പഠന, ഹദീസ് പഠന സംരംഭങ്ങളിലേക്ക് പോയി അവിടെ നമ്മൾ പങ്കെടുത്താൽ മാത്രം പോരാ, മറിച്ച് അത് വീട്ടിനുള്ളിൽ അങ്ങനെയുള്ള ഇസ്ലാമികമായ ദീനി ചർച്ചകൾ ഉണ്ടാകണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു മേശക്കിരുന്ന് ചുറ്റുമിരുന്ന് വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ പലതും ചർച്ച ചെയ്യാറുണ്ട്, ഭൗതികമായ പല കാര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിനെ കുറിച്ചൊക്കെ. പക്ഷേ അതിലെത്രമാത്രം നമ്മുടെ ചർച്ചയിൽ മതപരമായ ദീനീപരമായ ചർച്ചകൾ കടന്നു, അതാണ് ഉണ്ടാവണമെന്ന് പറഞ്ഞത്. അതാണ് ഇൽമ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. അപ്പൊ വീട്ടിൻ്റെ ഉള്ളിൽ ദീനിയായ ചർച്ചകൾ ഉണ്ടാകണം, ഖുർആനെ കുറിച്ച്, ഹദീസിനെ കുറിച്ച്. ഹദീസുകളുടെയൊക്കെ വിശദീകരണം, മലയാള പരിഭാഷയൊക്കെ ഇന്ന് നമ്മുടെ കയ്യിൽ കിട്ടും. ഓരോ ഹദീസിന്റെ മലയാള പരിഭാഷ, ഒരു ഹദീസ് വീട്ടിലെല്ലാവരും സമയത്ത് ഒന്ന് പാരായണം ചെയ്യുക, അതെല്ലാവരും കേൾപ്പിക്കുക. ഇങ്ങനെയുള്ള ചർച്ചകൾ ഉണ്ടാകണമെന്ന് ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണെന്നാണ് ഇമാം ലഹാഖ് റഹിമഹുല്ല പറഞ്ഞ, ഹഖ്ഖു അലൽ മുസ്ലിം അൻ യുഅല്ലിമ അഹ്ലഹു മിൻ ഖറാബതിഹി. ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ്, അവന്റെ മേൽ അവകാശമുള്ള കാര്യമാണ് എന്ത്? തൻ്റെ അഹ്ലുകാരെ ദീൻ പഠിപ്പിക്കുക എന്നുള്ളതും തൻ്റെ കുടുംബക്കാരെയും ദീൻ പഠിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ദീനി തർബിയത്ത്, ദഅവത്ത് എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിലും വേണം, വീട്ടിലും വേണം, പുറത്തും വേണം. പുറത്തു മാത്രം ആക്കിയാൽ പോരാ, മറിച്ച് വീട്ടിൻ്റെ ഉള്ളിലും വേണമെന്നാണ്. ഇമാം ത്വബരി റഹിമഹുല്ല പറഞ്ഞു, അലൈന, നമ്മുടെ മേൽ ബാധ്യതയാണ്, തഅലീമ ഔലാദിന, നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതുപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട്,
ഫമൻ അഹ്മല തഅമീല വലദഹു മാ യൻഫഹു വതർകഹു സുദാ. മക്കളെ ദീൻ പഠിപ്പിക്കുന്നിടത്തും ഇസ്ലാമിക തർബിയത്ത് നൽകുന്നിടത്തും ഒരു മാതാപിതാക്കൾ അവഗണന കാണിച്ചാൽ, അതിനെ വലിയ ഒരു ഗൗരവമില്ലാത്ത നിസ്സാരമായി കണ്ടാൽ, മതപരമായ കാര്യങ്ങൾ ആ കുട്ടികൾ അത് എന്തൊക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് വീട്ടിലുള്ള ഉപ്പയും ഉമ്മയും മക്കളെ അങ്ങനെ അവരണ്ട് വെറുതെ വിട്ടു കഴിഞ്ഞാൽ, അദ്ദേഹം പറയാണ് ഫഖദ് അസാ ഇലൈഹിം ഗായത്തുൽ ഇസായ എന്ന് പറഞ്ഞത്. അവൻ ചെയ്യുന്ന തമ്മാടിത്തരത്തിൽ വെച്ച്, അക്രമങ്ങൾ വെച്ച് ഏറ്റവും വലിയ അക്രമമാണ് അത് എന്നാ പറഞ്ഞത്. ഏറ്റവും വലിയ തെറ്റാണത്. ഭൗതികമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി മക്കൾക്ക് ഓരോ സ്റ്റെപ്പും ഓരോ നിമിഷവും അവരെ പരിശോധിക്കുന്നു, അവരുടെ മാർക്ക് നോക്കുന്നു, പ്രോഗ്രസ് നോക്കുന്നു, അവർ ക്ലാസ് ടീച്ചേഴ്സുമായി ഇടക്കിടക്ക് ബന്ധപ്പെടുന്നു, ത്രൂ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ മതപരമായ വിഷയങ്ങളിൽ മക്കൾ ഇന്ന് എവിടെ എത്തി, എന്തു പഠിച്ചു, അവരുടെ പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊന്നും രക്ഷിതാക്കൾ പരിശോധിക്കുന്നില്ല. അതൊക്കെ അവിടെ ഉസ്താദുമാർ നോക്കിക്കോളും എന്ന് കരുതി അങ്ങനെ മക്കളെ അവരുടെ വഴിക്ക് വിട്ടുകഴിഞ്ഞാൽ മാതാപിതാക്കൾ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നാണ് ഇമാമുമാർ പഠിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ് വഅക്സറുൽ ഔലാദ്, ധാരാളം മക്കൾ, ആൺകുട്ടികളും പെൺകുട്ടികളും, ഇന്നമാ ജാഅ ഫസാദുഹും മിൻ ഖിബലിൽ ആബാ, മക്കളൊക്കെ പിഴക്കാൻ കാരണം, അവരൊക്കെ ഫസാദായി മാറാൻ കാരണം രക്ഷിതാക്കളാണ് അതിന് മുഖ്യ പങ്ക് എന്നാണ്. അധിക മക്കളും കേടുവരാനുള്ള കാരണം അവരുടെ രക്ഷിതാക്കളുടെ നോട്ടക്കുറവാണെന്ന് എന്ന് എഴുതിയതാണ്. ഇന്നും കാലിക പ്രസക്തമായ വാക്കുകളാണ്, കല്ലിൽ കൊത്തുവെക്കേണ്ട വാക്കുകളാ. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല ജനിച്ച് ജീവിച്ച എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാ. ഇന്ന് നമ്മുടെ സമൂഹവും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും കുടുംബവും നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളിലുള്ള മുഖ്യ കാരണം എന്താ? കുടുംബനാഥന്മാരായ ആളുകളുടെ നോട്ടത്തിന്റെ കുറവാണ്, അവരുടെ നിരീക്ഷണത്തിന്റെ കുറവാണ്, അവരുടെ തർബിയത്തിന്റെ കുറവാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന മുഖ്യ ഫസാദുകളും. അത് എണ്ണി എണ്ണി ഞാൻ പറയുന്നില്ല, നമുക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയുള്ള കാലമാണ്. തുറന്നു കഴിഞ്ഞാൽ തന്നെ പല ദുരന്ത വാർത്തകളും സങ്കടപ്പെടുത്തുന്ന വാർത്തകളുമാണ് ഓരോ ദിനവും നമ്മളെ കേരളത്തിനും പുറത്തും അകത്തും ജില്ലക്കകത്തും പുറത്തും സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? രക്ഷിതാക്കളുടെ അവഗണനയാണെന്ന് അധികം. എന്താ കാരണം? ദീനിൽ എന്തൊക്കെയാണ് നിർബന്ധമായ കാര്യങ്ങൾ, സുന്നത്തായ കാര്യങ്ങൾ എന്ന് മക്കളെ പഠിപ്പിക്കുന്നോടത്ത് രക്ഷിതാക്കൾ കാണിക്കുന്ന അവഗണനയാണ്, പുച്ഛമാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്ന, വീട്ടിനുള്ളിൽ കാണുന്ന മുഖ്യ പ്രശ്നങ്ങൾക്കുള്ള കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ എന്നും അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ച് ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പഠിക്കണം. അപ്പോഴാണ് നമ്മളെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹുവിന്റെ ഉമ്മയാണ്. അനസ് റളിയല്ലാഹുവിനെ കുറിച്ച് ഉമ്മു സുലൈം റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാൻ അനസ് റളിയല്ലാഹുവിന്റെ മുലകുടി പ്രായം തീരുന്നതിന് മുമ്പ്, മുലകുടിക്കുന്ന സമയത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്നൊക്കെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അവരതൊക്കെയാണ് കുട്ടികളെ തർബിയത്തിന് വേണ്ടി ശ്രദ്ധിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു, ഇബ്നു ഉമർ റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്ദിബ് ഇബ്നക, നിന്റെ മക്കൾക്കും ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. ഫഇന്നക മസ്ഊലുൻ അൻഹു, നിന്റെ മക്കളെ കുറിച്ച് നാളെ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടും. മാദാ അദ്ദബ്തുഹു, നീ എന്താണ് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്? വമാ അല്ലംതഹു, നീ എന്തൊക്കെയാണ് അവർക്ക് ദീനിയായി പഠിപ്പിച്ചു കൊടുത്തത് ചോദിക്കും. ഇതൊക്കെ സ്വഹാബിമാര് നമുക്ക് പഠിപ്പിച്ചു തരിക. ഇതൊന്നും അറിയാതെയും പഠിക്കാതെയുമാണ് നമ്മൾ കുറെ ദീനിന്റെ ആളുകളായി എന്ന് പറഞ്ഞ് നടക്കുന്നത്. എന്നിട്ട് കുറെ കുഴപ്പങ്ങളുണ്ട്. അത് ഇന്നതുകൊണ്ടാണ്. സ്വയം നമ്മളെ ഭാഗത്ത് വല്ല കുഴപ്പവും വീഴ്ചയും പോരായ്മയും വന്നിട്ടുണ്ടോ എന്ന് പരിശോധന ഇല്ല. അതാ ഫോൺ കൊടുത്തതുകൊണ്ടാ, അത് കൊടുത്തതുകൊണ്ടാ. ഫോണില്ലാതെ മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുമോ? എന്തൊക്കെ കാര്യങ്ങൾ ഫോണിലുണ്ട്. ഫോണിന്റെ കുറ്റം പറയല്, ആ ഫോണിൽ എത്രയോ അള്ളാഹു ചെയ്ത വലിയ അനുഗ്രഹമാണ്. പക്ഷേ ആ അനുഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തുന്നിടത്താണ് പ്രശ്നം. അള്ളാഹു തന്ന നിഅമത്തിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്താണ് ഇന്ന് നമ്മളെ കയ്യിലുള്ള ഫോണുകൾ എന്ന് പറയുന്നത്. എല്ലാ ദീനീയായ കാര്യങ്ങളും പ്രഭാഷണങ്ങളും
നിമിഷങ്ങൾക്കകം സെക്കൻഡുകൾക്കകം പഠിക്കാനും ഗ്രഹിക്കാനും മനസ്സിലാക്കുവാനും എല്ലാം പറ്റുന്ന വലിയൊരു അനുഗ്രഹം നമ്മുടെ മുമ്പിൽ അല്ലാഹ് തന്നിട്ട് അതിന് കുറ്റം പറയാം. നേരെ മറിച്ച് അതിനെ നല്ല രൂപത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നാണ് പ്രശ്നം. അതാണ് ഒന്നു വേണ്ട. വീട്ടിൽ ഇസ്ലാമിക ചർച്ച വേണം എന്നാണ് പറയുന്നത്. അതുണ്ടാ ആ വീട് സമാധാനമുള്ള, കുളിര് നൽകുന്ന, മധുരമുള്ള, വിശാലമുള്ള വീടായിരിക്കും. വിശാലമുള്ള വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വലിയ സ്ക്വയർ ഫീറ്റിലുള്ള ഉയർന്ന കെട്ടിടങ്ങളല്ല വിശാലത. ആ വീട്ടിലുള്ള അംഗങ്ങൾ പരസ്പരം സ്നേഹത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് വീട് വിശാലമാകുന്ന അർത്ഥം. അല്ല കെടുക്കാനും നടക്കാനും ഇരിക്കാനും വിശാലമുള്ള നല്ല സൗകര്യമുള്ള വീട് എന്നുകൊണ്ട് ആ വീട്ടിൽ ആളുകൾക്ക് വിശാലത ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് മനസ്സാണ്. അവിടെ മനസ്സിന്റെ അവസ്ഥയാണ് അവിടെ വിശാലത ഉണ്ടോ എന്നുള്ള പരിഗണിക്കേണ്ട മുഖ്യ ഘടകം. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ വീട്ടിൽ കഴിയുന്നത് ഭാര്യയും ഭർത്താവൊക്കെ ഒരുമിച്ച് ഇബാദത്തുകൾ, സുന്നത്തായ നിസ്കാരങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കണം. പ്രത്യേകിച്ച് രാത്രി നമസ്കാരങ്ങൾ, തഹജ്ജുദ്, വിത്ർ നമസ്കാരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ഉറക്കിൽ നിന്ന് ഉണർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച് വിത്റാക്കും. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിളിക്കും, യാ ആയിഷ ഖൂമി ഔതിരി, ആയിഷ എഴുന്നേൽക്ക്, രാത്രി വിത്ർ നിസ്കരിക്കുക എന്ന് പറയാറുണ്ട്. നമ്മൾ പറയാറുണ്ടോ? നമ്മൾ ഉറങ്ങുക, നമ്മൾ നിസ്കരിക്കുക എന്നല്ല, നമ്മളെ ഭാര്യയെ വിളിക്കാറുണ്ടോ? ഈ ഭാര്യ നിസ്കരിക്കും, എന്നിട്ട് ഭർത്താവിനെ വിളിക്കാറുണ്ടോ? ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വീട്ടിലുണ്ടാവേണ്ടത്. അല്ല, റസൂൽ പഠിപ്പിച്ചു വരിക മാത്രമല്ല, റസൂൽ കാണിച്ചു തരികയും ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തയഖള മിനൽ ലൈൽ, ആരെങ്കിലും രാത്രി നമസ്കാരത്തിന് വേണ്ടി ഉണരുകയും എന്നിട്ട് അവന്റെ ഭാര്യയെയും ഉണർത്തി നമസ്കാരത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്താൽ അങ്ങനെ അവർ രണ്ടുപേരും 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിനെ ഏറ്റവും അധികം സ്മരിക്കുന്ന, ദിക്ർ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ അവർ പെട്ടുപോകുമെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിൽ ഇബാദത്തുകൾ നിർവഹിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റഹിമല്ലാഹ്, ഒരാളുടെ മേൽ അള്ളാഹു അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താ കാരണം? ഖാമ, അവൻ രാത്രി എഴുന്നേൽക്കുന്നു, വയുസല്ലി, നമസ്കരിക്കുന്നു, എന്നിട്ട് എന്നിട്ട് അവന്റെ ഭാര്യയെ നമസ്കരിക്കാൻ വേണ്ടി വിളിക്കുന്നു. പക്ഷേ ഭാര്യ എഴുന്നേൽക്കുന്നില്ല. ഫഅബത്ത്, ആ വിളിയിൽ അവള് നിരസിച്ചു. അപ്പൊ എന്ത് ചെയ്യും? ഫീ വജ്ഹിഹ, ഭർത്താവ് കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് ഭാര്യയുടെ മുഖത്ത് കുടയും, എന്നിട്ട് ഭാര്യയെ ഉറക്കിൽ നിന്ന് ഉണർത്തും. അങ്ങനെ ഭാര്യയും ചെയ്യും. ഭർത്താവ് ഉറങ്ങുകയാണ്, എന്നിട്ട് ഭാര്യ നിസ്കരിച്ചു, ഭർത്താവ് ഉറങ്ങുക, ആദ്യം വിളിച്ച ഭർത്താവ് എണീച്ചില്ല. ഭാര്യ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം കൊണ്ടുവന്നിട്ട് മുഖത്ത് എന്ത് ചെയ്യാം? വെളുത്ത്. അപ്പൊ എന്ത് ചെയ്യും? ഭർത്താവ് ഉണർന്നാൽ അങ്ങനെ ആ കുടുംബത്തിൽ അള്ളാഹുവിന്റെ ബർക്കത്തുണ്ടാകും, റഹ്മത്തുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുവാൻ. ഇന്ന് നമ്മൾ കാണുന്ന മുഖ്യ പ്രശ്നങ്ങൾക്കും ആദ്യം പരിഹാരം കൂടേണ്ട നമ്മളെ വീട്ടിൽ നിന്നാണ്. സമൂഹത്തെ നന്നാക്കുന്ന മുമ്പ് വീട്ടിലുള്ള ഓരോ കുടുംബങ്ങളും നന്നായി കഴിഞ്ഞാൽ അതിങ്ങനെ നാട്ടിലേക്ക് അതിൻ്റെ ആ നല്ല പ്രസരണം ഉണ്ടായിക്കഴിഞ്ഞാൽ നാടും നന്നാവും. അതുകൊണ്ട് വീട്ടിൽ ഒരു ഇസ്ലാമികമായ വീടാണോ എന്ന് നമ്മൾ പരിശോധിക്കും. അതുപോലെ പ്രത്യേകിച്ച് വീട്ടിലുള്ള കുടുംബനാഥന്മാർ തങ്ങളുടെ ഭാര്യമാർക്ക് സ്വതക്ക നൽകാനുള്ള പ്രോത്സാഹനം നൽകണമെന്നാണ്. നമ്മളൊക്കെ നല്ല സമ്പത്ത് നല്ല അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ഭാര്യമാർക്ക് ഒരു 10 രൂപ പോലെ അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള വകുപ്പ് നമ്മൾ കൊടുക്കൂല, ഉണ്ടാവാൻ പാടില്ല. ഭാര്യമാർക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്കൊക്കെ കൊടുക്കാനുള്ള ഒരു പ്രോത്സാഹനം നമ്മൾ കൊടുക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു, യാ മഅ്ശറൻ നിസാ, ഹേ സ്ത്രീ സമൂഹമേ, തസദ്ദഖ്ന, നിങ്ങൾ സദഖകൾ നൽകണം, വഅക്സിർന മിനൽ ഇസ്തിഗ്ഫാർ, നിങ്ങൾ ധാരാളം അസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ, പാപമോചന തേട്ടത്തിന്റെ ദിക്റുകളും പ്രാർത്ഥനകളും ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ഫഇന്നി റഅയ്തുകുന്ന അക്സറ അഹ്ലിന്നാർ, കാരണം നരകത്തിൽ ഏറ്റവും അധികം നിങ്ങളാണ്, സ്ത്രീകളാണ് എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ നോക്കണം, ഇത് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളെ നിങ്ങളാണ് ആദ്യം നരകത്തിൽ എന്ന് പറഞ്ഞില്ല. അതിന് മുമ്പ് എന്ത് പറഞ്ഞു? നിങ്ങൾ ധാരാളം സ്വതക്ക കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ സ്ത്രീകൾക്ക് കുറച്ച് കാശൊക്കെ നമ്മൾ കൊടുക്കണം, അല്ലെങ്കിൽ സ്ത്രീകൾ അത് വാങ്ങണം. ഇപ്പൊ പള്ളിയിലൊക്കെ വരും, വ്യത്യസ്തമായ പള്ളിയിൽ പല സ്വതക്കന്റെ അവസരം വരും. സ്ത്രീകൾ ഒരു കൈ കൊണ്ടാണ് വരിക, പുരുഷന്മാരാ കൊടുക്കുക, പറ്റൂല. സ്ത്രീകൾ പറഞ്ഞു ഞങ്ങൾ കുത്തുമ്പോ പോകുമ്പോ ചിലപ്പോൾ അവിടെ അത് കരുതി വരണം. നമ്മൾ
കാരണം ഇസ്ലാമികമായ കാര്യങ്ങൾ, ദീനീയായ കാര്യങ്ങൾ, ദീനിന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണമെങ്കിൽ നമ്മൾ ആ സമൂഹത്തിലുള്ള ആ പള്ളി, അതിന്റെ പരിപാലനം, അവിടെ മദ്രസ, അങ്ങനെയുള്ള ദീനി സംരംഭങ്ങൾ നടങ്ങൾ, ആ നാട്ടിലുള്ള ആളുകൾ അതിന് മുൻകൈ എടുക്കണം, അവർ സഹായിക്കണം. അതുപോലെ ആണിനും പെണ്ണിനും അവരുടെ മേൽ ബാധ്യതയുള്ള കാര്യമാണ്. കേവലം ഖുത്ബ മാത്രം കേൾക്കലല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊക്കെ റസൂൽ ഒരു കാര്യം, ഒരു സ്വതക്കയുടെ വിഷയം വന്നാൽ അവിടെ സ്വഹാബിമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ വിഷയം അവിടെ പരിഹരിക്കും. ഇന്ന് നമ്മുടെ പള്ളികളിൽ പറഞ്ഞാൽ പരിഹരിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇസ്ലാമിക ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ പിന്നെ പറഞ്ഞത് ഒരു മാസ് കളക്ഷനൊക്കെ ആകാമെന്നുള്ള ഒരു അനുവദനീയം നൽകിയത്. കാരണം പിന്നീട് ജനങ്ങൾ ബിസിനസ് പരമായും ഭൗതികപരമായും പല ഉന്നതികൾ എത്തിയപ്പോൾ ദീനിനെ സഹായിക്കുന്ന എന്നുള്ളൊരു മനസ്സ് അവരിന്ന് പോയി. അവരിങ്ങനെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, വലിയ വലിയ സ്ഥലങ്ങൾ വാങ്ങുക, വലിയ വലിയ വീടുകൾ വാങ്ങുക, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നത് ഈ സമ്പത്ത് അവർ ചെലവഴിക്കുന്ന. അങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഭൗതികമായ ഉന്നതികൾക്ക് വേണ്ടി അവർ അധ്വാനിച്ച സമയങ്ങളും സമ്പത്തും ചെലവഴിക്കുന്ന കണ്ടപ്പോൾ ഫുഖഹാക്കൾ പറഞ്ഞു, ഇനി ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഇങ്ങനെ ദുനിയാവിന് വേണ്ടിയല്ല പൈസ ചെലവാക്കേണ്ട, ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. നിങ്ങൾക്ക് അള്ളാഹ് തന്ന സമ്പത്ത് അത് ആഖിറത്തിന് വേണ്ടി, അള്ളാഹിന്റെ ദീനിനെ സഹായിക്കുന്നതിന് വേണ്ടി ആകണം. അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പിന്നെ പറഞ്ഞത് നിങ്ങളത് ബക്കറ്റ് പിരിവും മറ്റേ പിരിവും ഒക്കെ ആകാമെന്ന്. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉടനെ തന്നെ കാര്യങ്ങൾ അവിടെ പരിഹരിച്ചിരുന്നു. അതുകൊണ്ട് സ്വതക്കകൾ നൽകാൻ, പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് പല ദീനിയായ കാര്യങ്ങൾക്കും ആളുകൾ സ്വതക്കയുമായി ബന്ധപ്പെടുമ്പോൾ സ്ത്രീകളുണ്ടാവുക. അപ്പൊ സ്ത്രീകൾക്ക് കുറച്ച് കാശ് കൊടുക്കുക. അത് എന്തിനു വേണ്ടി? അള്ളാഹിന്റെ മാർഗത്തിൽ അവർക്ക് സ്വതക്ക കൊടുക്കാനുള്ള അവസരം വരുമ്പോൾ അത് അവർക്ക് അതിനു വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ കുടുംബത്തിൽ സ്ത്രീകളെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ വീട്ടിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അനുവദിച്ച കാര്യം, പ്രോത്സാഹിപ്പിച്ച അവർ തമ്മിലുള്ള തമാശ, വിനോദം, ഉല്ലാസമൊക്കെ ആകണമെന്ന്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തമാശകളാകാം, കളികളാകാം. വീട്ടിനുള്ളിൽ മക്കളേറ്റ് പേരമക്കളേറ്റൊക്കെ കളിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആരാ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വഖാറുള്ള, ഗാംഭീര്യമുള്ള ആ റസൂലുള്ളാഹി പോലും തന്റെ ഭാര്യമാരോട് കളിച്ചിരുന്നു, തമാശ പറഞ്ഞിരുന്നു, മക്കളോട് ഉല്ലാസങ്ങളിലും വിനോദങ്ങളിലും ഏർപ്പെട്ടിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഷൈഇൻ ലൈസ ഫീഹി ദിക്റുല്ലാഹ്, എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ ദിക്ർ വേണം. പക്ഷേ ചില 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ ഇനിയിപ്പോ അള്ളാഹിന്റെ ദിക്ർ പറയാൻ വിട്ടു, അള്ളാഹിനെ ഓർക്കാൻ വിട്ടുപോയാലും അവർക്ക് അതിന് ആക്ഷേപം ഉണ്ടാവില്ല. അതിലൊന്ന് പറഞ്ഞതാണ് മുലാഅബത്തുർ റജുലി ഇംറഅതുഹു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയായിട്ട് കളിയിൽ ഏർപ്പെടുന്നതും. അത് വളരെ വിശാലമായ വിഷയമാണ്. തന്റെ ഭാര്യയോട് പിന്നെ ബന്ധപ്പെടുന്നതും, ആ ബന്ധപ്പെടുന്നതിന് മുമ്പ് തമാശകൾ പറയുന്നതും കളി പറയുന്നതൊക്കെ, അതിലിപ്പോ അവിടെ നിന്നപ്പോൾ അത് ദിക്റുണ്ടാവില്ലല്ലോ, അള്ളാഹിന്റെ സ്മരണ ഉണ്ടാവില്ലല്ലോ. പക്ഷെ പ്രശ്നമില്ല എന്ന് 4 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പിന്നെ ഒരു ജാബിർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു. അപ്പൊ വിവാഹം കഴിച്ചപ്പോൾ ചോദിച്ചു, നീ ആരെ കല്യാണം കഴിച്ചു? അപ്പൊ ഒരു വിധവയാണ് വിവാഹം കഴിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്കൊരു കന്യക വിവാഹം കഴിച്ചൂടെ? കാരണം അവൾക്ക് നിനക്ക് അവൾക്ക് നിന്നേറ്റൊക്കെ കളിച്ച് രസിച്ച് നടക്കാമല്ലോ എന്ന് റസൂൽ. അപ്പോ അതിൽ നിന്ന് നമുക്ക് പഠിക്കാമെന്ത്? തന്റെ ഭാര്യയായിട്ടും ഒക്കെ എന്ത് ചെയ്യാം, നമുക്ക് വിനോദങ്ങളിലും തമാശകളിലൊക്കെ ആകാം. വീട്ടിന്റെ ഉള്ളിൽ ചില ആളുകള് മസില് പിടിച്ച് നടക്കണം, വീട്ടിന്റെ ഉള്ളിൽ പോലും ദീന് വിട്ടുപോകുമെന്ന് കരുതിയിട്ട്. ഇനിയിപ്പോ പറഞ്ഞാൽ അള്ളാഹനെ മറന്നുപോവോ? ഇല്ല. കാരണം ദീന് ശരിയായി സ്രോതസ്സത്ത് പഠിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് വീട്ടിനുള്ളിൽ തമാശകളാകാം, കളികളാകാം, വിനോദങ്ങളാകാം, എല്ലാം ഇസ്ലാമിക പരിധിക്കുള്ളിലാകണം എന്നുള്ളൂ. അതുകൊണ്ട് റസൂലുള്ള പ്രത്യേകം പ്രോത്സാഹനം. ഇനി വീട്ടിൻ്റെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ വീട്ടിൽ തന്നെ ആകണം, പുറത്തു പോകാൻ പാടില്ല. ഭാര്യമാരും ഭർത്താക്കന്മാരൊക്കെ ശ്രദ്ധിക്കേണ്ട. വീട്ടിൻ്റെ ഉള്ളിൽ ഭാര്യക്കും ഭർത്താക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ തമ്മിൽ കാത്തു സൂക്ഷിക്കുന്ന രഹസ്യങ്ങൾ ഉണ്ടാവും. അതൊരിക്കലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി. വിശുദ്ധ ഖുർആൻ സൂറത്തു തഹരീമിൽ അള്ളാഹു 2 നബിമാരുടെ ഭാര്യമാരുടെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞിട്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ ഇവരെ പോലെ ആകരുത്. ആരാണവർ? ആ നബിമാരുടെ കൂടെ ശരീരം പങ്കിട്ടവരാണ്, ഭാര്യമാരാ, തൊലാക്കൊന്നും ചെല്ലിയിട്ടില്ല. എന്നിട്ടല്ല പറഞ്ഞു, ഈ നബിമാരുടെ ഭാര്യമാരെ പോലെ ആകരുത് സ്ത്രീകളെ നിങ്ങൾ. ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹിൻ വഇംറഅത ലൂത്ത്.
كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين എന്ന് പറഞ്ഞു അല്ലാഹ്. സത്യനിഷേധികളായ കാഫിരീങ്ങളായ ആളുകൾക്ക് പറയാ, രണ്ട് നബിമാരുടെ ഭാര്യമാർ, അവർ നരകത്തിന്റെ അവകാശികളാണ്. എന്താ അവർ ചെയ്ത തെറ്റ്? പഠിക്കണം. അവർ സിന ചെയ്തിട്ടാണോ, വ്യഭിചരിച്ചിട്ടാണോ? അല്ല, ഒരു നബിയുടെയും ഭാര്യ വ്യഭിചരിച്ചിട്ടില്ല. അത്രയുള്ളൊരു മോശമായൊരു തിന്മയിലേക്കും പോയിട്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് ഈ രണ്ട് നബിമാരുടെ ഭാര്യമാരെ പോലെയാകരുത് എന്ന് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകളോട് അള്ളാഹ് പ്രത്യേകിച്ച് പറയാൻ അള്ളയാണ് പറയുന്നത്. അവർ നരകാവകാശികളാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ മുഫസ്സിർ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, എന്താണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് പറ്റിയത്, എന്താണ് ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയ്ക്ക് പറ്റിയത്. അദ്ദേഹം പറയാണ്, അമ്മ ഇംറാഅത്തു നൂഹിൻ, നൂഹ് നബിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ തത്തലി അലാ സിദ്ദി നൂഹിൻ, നൂഹ് നബിയുടെ രഹസ്യങ്ങളൊക്കെ ഇങ്ങനെ ക്യാമറ കണ്ണോട് കൂടി ഇങ്ങനെ ഒപ്പിയെടുക്കുന്ന പറഞ്ഞു. നൂഹ് നബിക്ക് എന്താണ് രഹസ്യങ്ങൾ? ആരെങ്കിലും ഒന്ന് സ്വകാര്യമായിക്കൊണ്ട് നൂഹ് നബീന്റെ വന്ന് ഇസ്ലാം വിശ്വസിച്ചു കഴിഞ്ഞാൽ, ദീന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവൾ ഉടനെ പോയിട്ട് ഈ നൂഹ് നബീന്റെ ഭാര്യ പോയിട്ട് അവിടെയുള്ള പോക്കിരികളായ സത്യനിഷേധികളായ രാജാക്കന്മാർക്കും അവിടുത്തെ ഭരണാധികാരികളും ഈ വിവരം എത്തിച്ചു കൊടുക്കും. അതാ നൂഹ് നബീന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ ആളുകൾ വന്ന് ഇയാളെ പിടിച്ചു കൊണ്ടുപോയിട്ട് ആക്രമിക്കുക. അതാണ് ചെയ്തത്. അതാണ് നൂഹ് നബിയുടെ ഭാര്യ ചെയ്തത്. അതാ അള്ളാഹ് പറഞ്ഞത് അവൾ നരകാവകാശിയാണെന്ന്. രണ്ടാമത് ലൂത്ത് നബിയുടെ ഭാര്യ എന്താ ചെയ്തത്? ആരെങ്കിലും ലൂത്ത് നബിന്റെ അടുത്ത് വന്ന് സ്വകാര്യമായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ, ദീനിൽ ചേർന്ന് കഴിഞ്ഞാൽ, അതിന്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലൂത്ത് നബിന്റെ ചരിത്രം നമുക്ക് അറിയാലോ. സ്വർഗഭോഗികളായ ആണും തമ്മിലുള്ള ലൈംഗിക അത്രയും പ്രകൃതി വിരുദ്ധമായ തമ്മാടിത്ത സംസ്കാരമുള്ള സമൂഹം, ആ സമൂഹത്തിന്റെ അടുത്തേക്ക് പോയി പറയും ഈ സ്ത്രീ സ്വകാര്യമായിട്ട്, ഇതാ ലൂത്തിന്റെ അടുത്ത് വന്നിട്ട് ഒരാൾ മുസ്ലിം ആയിട്ടുണ്ട് എന്ന്. ഇത്രയും തമ്മാടിത്തരം ചെയ്യുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. അവര് വന്നിട്ട് ഇയാളെ പൊക്കിക്കൊണ്ടുപോകും. എന്നിട്ട് ഇയാളെ നിഷ്ഠൂരമായിട്ട് പീഡിപ്പിക്കും. അവരെ ആ ചെയ്ത തെറ്റിന്റെ പേരിലാണ് അള്ളാഹു പറഞ്ഞത്, സ്ത്രീകളെ, ഈ രണ്ട് സ്ത്രീ നബിമാർ ആരാണവർ? അള്ളാഹുവിന്റെ നബിമാർ, ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് പോലും അതിൽ നമ്മൾ പഠിക്കണം, ഭാര്യമാർ ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കണം. നമ്മൾ നന്നായിക്കൊണ്ട് കാര്യമില്ല, നമ്മളെ ഭാര്യയെ നന്നാക്കണം. നമ്മൾ ഭാര്യയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നാളെ പരലോകത്ത് നമ്മുടെ ഭാര്യമാരിൽ ഒന്നാമത്തെ ഭാര്യ ഈ ദുനിയാവിൽ നമ്മുടെ കൂടെ ജീവിച്ച ഭാര്യയാകണോ? വേണ്ടേ? അവിടെയും ഭാര്യമാർ വേറെയും ഉണ്ട്, അത് വേറെ വിഷയം. അത് ഇൻഷാ അല്ലാഹ് അടുത്ത സന്ദർഭത്തിൽ പറയാം. സ്വർഗത്തിൽ നമുക്ക് വേറെയും ഭാര്യമാരുണ്ട്. പക്ഷേ അവിടെ ഒന്നാമത്തെ ഭാര്യയാകാൻ ദുനിയാവിൽ നമുക്ക് അള്ളാഹു ചാൻസ് തരും. നമ്മുടെ ഭാര്യയും നമ്മുടെ കൂടെ ദീനിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്നു. ഫോൺ വിളിക്കുമ്പോൾ, അവൾ പറയുമ്പോൾ, അവൾ നമ്മോട് സംസാരിക്കുമ്പോൾ. പക്ഷെ എന്റെ കൂടെ നാളെ പരലോകത്ത് ഇതേ രൂപത്തിൽ ഇവൾ എന്റെ കൂടെ നാളെ കൂടെ ജീവിക്കുവാൻ എന്തു വേണം? ഭാര്യ അത് പഠിപ്പിച്ചു കൊടുക്കണം. ദീനിയായ തർബിയത്ത് ഇസ്ലാമിൽ വേണം ഭാര്യക്ക്. അതുകൊണ്ട് അത് അള്ളാഹ് പ്രത്യേകം പറഞ്ഞത്, ഇതിന്റെ വിശദീകരണം പറഞ്ഞിട്ട്, നബിമാർ നല്ലതായിട്ട് കാര്യമില്ല, ഭാര്യമാര് നല്ലവരായിട്ടില്ലെങ്കിൽ നബിമാരുടെ യോഗ്യത കൊണ്ട് അള്ളാഹ് അവരിലേക്ക് ചേർത്ത് വെക്കൂലാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര നല്ല ബന്ധുക്കൾ ഉണ്ടായിരുന്നു. അബൂജഹൽ, അബൂലഹബ് ഒക്കെ റസൂലുള്ളാഹിന്റെ എളാപ്പമാരല്ലേ. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ മാർഗത്തിലേക്കും റസൂലുള്ളാഹിയുള്ള സ്വർഗത്തിലേക്കും അവർക്ക് എത്താൻ സാധിച്ചോ? റസൂലുള്ളാഹിനെ ആറ്റുനോറ്റ് ഏകദേശം 32 വർഷത്തോളം ആറ്റുനോറ്റ് നോക്കിയ ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ ആ റസൂലുള്ളാഹിന്റെ മാർഗത്തിലേക്ക് വരാൻ സാധിച്ചില്ല, നരകാവകാശിയായി മാറി. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, ഭാര്യയും ഭർത്താവും ഈ പോയിക്കുന്ന ജീവിതത്തിൽ, അതുപോലെ കുടുംബാംഗങ്ങൾ, ഈ മക്കൾ, ഇതുപോലെ നാളെ പരലോകത്തും നമുക്ക് ഒരു കുടുംബമായി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കും. സൂറത്തുൽ കലമിലൊക്കെ അല്ലാഹ് പറയുന്നുണ്ട് അങ്ങനെയുള്ള കുടുംബങ്ങളുടെ ചിത്രങ്ങൾ, രസകരമായ രംഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആവാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്,
മക്കൾ ഒരു 10 വയസ്സായി കഴിഞ്ഞാൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പിന്നെ അവരുടെ കിടപ്പാറം മാറ്റണമെന്ന്, അവർ കിടക്കുന്ന സ്ഥലത്തിന് അവരെ മാറ്റി കിടത്തണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറഞ്ഞാണ്, മുറു അബ്നാഅക്കും ബിസ്സലാ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നമസ്കാരം കൊണ്ട് കൽപ്പിക്കണം. ലിസബഈൻ 7 വയസ്സായാൽ, വളിരിബൂഹും അലൈഹാ ബിഅശ്രി 10 വയസ്സായിട്ട് നമ്മൾ മകൻ നിസ്കരിച്ച് കാണില്ലെങ്കിൽ അടിക്കണമെന്നാണ്. കുറച്ചൊക്കെ വേദനയുള്ള അടി വേണമെന്നാ. ഒന്നാകെ അടിച്ചിട്ട് അവരുടെ ഉപദ്രവം ചെയ്യലല്ല, അവർക്ക് മനസ്സിലാവണം. അതിന് ആദ്യം നമ്മൾ 7-ാം വയസ്സ് തന്നെ അവരുടെ നിസ്കരിച്ചോ എന്ന് നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കും. എന്തൊക്കെ നമ്മൾ മക്കളോട് ചോദിക്കുന്നു സ്കൂളിൽ വിട്ട് തന്ന, അത് ചെയ്തോ. ഇന്നൊക്കെ നമ്മൾ മക്കൾ സ്കൂളിൽ പോകുന്ന സമയം ജുമാ ദിവസമാണ്, ഇവിടെ ഇല്ല, ഇന്ന് ജുമാ നിസ്കരിച്ചോ, അല്ലെങ്കിൽ ജുമാ നിസ്കരിച്ചെങ്കിൽ പിന്നെ ലുഹറും അസറും നിസ്കരിച്ചോ, ലുഹർ നിസ്കരിച്ചോ, അതിന്റെ പകരമായിട്ട് എവിടുന്നാണ് നിസ്കരിച്ചത് ചോദിക്കുന്നുണ്ടോ? ഹോംവർക്ക് കിട്ടിയിട്ടുണ്ടോ? ഇന്ന് ഏതൊക്കെ യൂണിറ്റ് ടെസ്റ്റ് നടത്തി, എന്തൊക്കെ പരീക്ഷ നടത്തി, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത്. റസൂൽ എന്താ പറഞ്ഞത്? നിസ്കാരം പഠിപ്പിക്കണം. നിസ്കരിച്ചോ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കണം. 10 വയസ്സായിട്ട് നിസ്കരിച്ചെങ്കിൽ അവരെ അടിക്കണം. ഇനിയോ 10 വയസ്സായാൽ പിന്നെ നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ ഒരുമിച്ച് കിടക്കണം, അവരെ മാറ്റിക്കിടത്തണം. ഇതിന്റെ വിശദീകരണമുണ്ട്. എങ്ങനെയാണ് ആ മാറ്റിക്കിടത്തേണ്ടത്, എങ്ങനെ, അതിന്റെ ഉദ്ദേശം എന്താണ്? ഇതൊക്കെ അള്ളാഹ് പഠിപ്പിച്ചു തരാണ്, റസൂല് പഠിപ്പിച്ചു തരാണ്. 7 ആകാശങ്ങളിൽ മുകളിൽ വന്ന വഹിയാണ്. അതിലൊക്കെ ഹിക്മത്തുണ്ടാവും. മക്കളെ മാറ്റിക്കിടത്തണം എന്ന് പറയുന്നത്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ഹദീസു ആമുൻ യഉദു ബിൽ ബനീന വൽ ബനാത്ത്. ഇത് എല്ലാവർക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കൊക്കെ മുഴുവൻ എല്ലാവർക്കും ഇതുള്ള ഹദീസാണ്. ആമായി വന്നതാണ്, പൊതുവായി വന്നതാണ്. എന്നിട്ട് പറയോ തഫ്രീഖ് യൗനവും, ഇനി അവർക്കിടയിലുള്ള വിഭജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെ നമ്മൾ എന്ത് ചെയ്യുക? മക്കളെ വിരിപ്പിൽ നിന്ന് മാറ്റിക്കെടുത്തുക. ഓരോരുത്തർക്കും ഓരോ വിരിപ്പ് കൊടുക്കുക. ഒരേ പുതപ്പിനുള്ളിൽ, ഒരേ വിരിപ്പിന്റെ ഉള്ളിൽ മക്കളെ, ആൺകുട്ടികളും പെൺകുട്ടികളെയും, അതുപോലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കിടത്തരുതെന്നാ. അതാണ് ഏറ്റവും സൂക്ഷ്മതം. ഇനി ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടെങ്കിൽ പെൺകുട്ടികളെ മാറ്റി വേറെ റൂമിൽ കിടത്തണം, ആൺകുട്ടികളെ വേറെ റൂമിൽ കിടത്തണം. അതാണ് ഏറ്റവും സൂക്ഷ്മത. ഇനി ആൺകുട്ടികൾ മാത്രമാണെങ്കിൽ ഒരു റൂമിൽ കിടത്താം, പക്ഷെ വിരിപ്പുകൾ വ്യത്യസ്തമായിരിക്കണം. കാരണം പറയുന്നുണ്ട്, നിങ്ങൾ അവരെ ഒരേ വിരിപ്പിലും ഒരേ ബെഡിലുമാണ് കിടത്തുന്നുവെങ്കിൽ ഫഖദ് യകൂൻ വസീലത്തുൽ യഖൂവിൽ ഫാഹിഷത, വ്യഭിചാരം പോലെയുള്ള അതുപോലെ പ്രകൃതി വിരുദ്ധമായിട്ടുള്ള മോശമായിട്ടുള്ള രംഗങ്ങൾ മക്കൾക്കിടയിൽ വരാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. അങ്ങനെ അതൊന്നും നമ്മൾ വലിയ കാര്യഗൗരവത്തിൽ കൊടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ അതും ശ്രദ്ധിക്കുക. അങ്ങനെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ നമ്മളായി മാറുവാൻ ശ്രമിക്കുക. സംശയമുണ്ട്, എന്ന് ഞാൻ ഇരുന്നോ? അപ്പം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.